ആ ഇതേ ആ പൈസ വേണം പക്ഷേ ഞാൻ പോയിക്കോളാം. അതല്ല അല്ല അത് വേണ്ട പക്ഷേ ഞാനിപ്പോ എന്തായാലും അങ്ങനെയല്ലേ സുധിയെ സംഭവം ഇപ്പൊ ഞാൻ നിന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ മാഷാണ്, ആ സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും വേണ്ട. ഈ ഓട്ടോറിക്ഷക്കാര് പറഞ്ഞ അവർക്കുള്ള വരുമാനം എന്താണെന്നറിയോ? ഒരു വാടക പോയിട്ട് റിട്ടേൺ വരുമ്പോ ആരെയും കയറുമ്പോ കിട്ടണ 10 റുപ്യാണ്. എന്തിനാ നമ്മളത് കളയുന്നത്? ഒക്കെ ശരിയാണ് പക്ഷെ ഞാനിപ്പോ വീട്ടിലേക്ക് പോവല്ലേ. അതല്ല വെറുതെ മാഷ കയറ്റിയ ഇപ്പൊ 10 റുപ്യ വെച്ചിരുന്നു. അതിപ്പോ എവിടെ പോയത്? കുഴപ്പമില്ല മാഷേ, ഞാൻ പോയിക്കോളാം. നീ വീട്ടിലേക്കാ? ആ വീട്ടിലേക്കാണ്. അന്നൊരു കാര്യം ചെയ്യും, അവിടെ എന്റെ ഒരു ഗ്യാസ് കുറ്റി ഇരിക്കുന്നുണ്ട്. അതിപ്പോ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള നമ്മുടെ ഗ്യാസ് ഏജൻസി, അതൊന്ന് അവിടേക്ക് കൊണ്ടുപോകണം. അതവിടെ വെച്ചാ പോരെ അല്ലേ? അതവിടെ വെച്ചിട്ട് എന്താ കാര്യം? നീ ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് ടൗണിലേക്ക് വരില്ലേ? അപ്പൊ ഗ്യാസ് മാറ്റിയിട്ട് ആ കുറ്റിയായിട്ട് ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് എടുക്കണോ? പിന്നെ വാ, വാ, അതാ അവിടെ ഇരിക്കുന്നുണ്ട് കുറ്റി. ഇതാണേ, ഇത് പൂമ്പ കൊണ്ടായിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ഊണ് കഴിച്ച് വരുമ്പോ നിറച്ചത് ഇങ്ങോട്ട് എടുത്തോണ്ട് കേട്ടാ. അല്ല, എന്റെ കുട്ടികൾ ഇപ്പൊ എന്താ പഠിക്കണില്ലേ? കുട്ടികളൊക്കെ നല്ല, ഒരാൾ 7ാം ക്ലാസ്സിലാണ്, ഒരാൾ 10ലാണ്. എന്റെ കുട്ടികളോട് നന്നായി പഠിക്കാൻ പറയണം. അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ഗതിയില്ലാണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കേണ്ടി വരും. അല്ല എനിക്കിപ്പോ എന്താ കുഴപ്പം? പക്ഷേ ഞാനൊരു തൊഴിലല്ലേ ചെയ്യുന്നേ. അങ്ങനെയല്ലടോ, തൊഴിലെന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് വേണം. ഇപ്പൊ നമ്മുടെ പുതിയ വില്ലേജ് ഓഫീസർ ആരാ അറിയാം? കണക്ക് എന്റെ ശിഷ്യനാ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാ. ഇപ്പൊ ഈ വില്ലേജ് ഓഫീസറും നീയും ഞാനും നിൽക്കുന്ന സമയത്ത് ഒരാളാദ്യം വന്നിട്ട് ഇത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെ പരിചയപ്പെടുത്തുക? ഞാൻ അഭിമാനത്തോടെ പറയും, ഈ വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ ഞാൻ പഠിപ്പിച്ച ശിഷ്യനാ. അല്ലാണ്ട് നിന്നെ ചൂണ്ടിക്കാണിച്ച് ഡ്രൈവർ ഞാൻ പഠിപ്പിച്ചതാ എന്ന് ഞാൻ പറയോ? ചില ജോലികൾക്ക് അതിന്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. നിന്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ ആരോമല്, അപ്പൊ എന്താ ചെയ്യണേ? അവരെന്തോ ഈ കഞ്ഞി ഉണ്ടാക്കിയിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നേ, ഹോം ഡെലിവറി ആയിട്ട്. കഞ്ഞിയാ? പിന്നെ ഈ ഗ്യാസിന്റെ പൈസ തൽക്കാലം നീ കൊടുക്ക്. ഗ്യാസ് കൊണ്ടുവരുമ്പോ ഞാൻ തരാം. ബുക്ക് ഞാൻ എടുത്തിട്ട് തരാട്ടാ. അപ്പൊ നീയാക്കി ഇത് വില്ലേജ് ഓഫീസർ കൊണ്ടൊന്ന് ഒപ്പിച്ചാ പോരെ? എന്നെ കൊണ്ട് ഇടുന്നത് വെക്കണം. എന്താ വായല്? ഒരു തേങ്ങ ദേശം വായിലിട്ടിന് തേങ്ങ ചിറങ്ങണ എന്തിനാന്ന് എനിക്കറിയോ? കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ടാക്കാനാ. അടുത്ത് ഇങ്ങനെ തിന്നല്ലോ. ഓൻ തിരുന്നുണ്ടോ പണ്ടിട്ട്? ഇതെന്താ തലയിൽ കിരീടമൊക്കെ? അത് എന്റെ മുടി കൊഞ്ഞിട്ട് കഞ്ഞിന് വീകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. എന്റെ ആരും ഇതിപ്പോ സെറ്റാണ്. എന്ത് അടുക്കളയെല്ലാം നിങ്ങൾ കാണുന്നില്ല, ഒരു വലിയൊരു തൊപ്പിയിലോട്ട് ആൾക്കാർ സെറ്റാണ്. കുമ്പിള് കുത്താനാണ് ഈ പ്ലാവിന്റെ അവിടെ കൊണ്ടുവച്ച് പണ്ടിട്ട് പണിയെടുക്കണുണ്ടല്ലേ? കുത്ത് ഓ. ആരും നിന്റെ കൂട്ടുകാരനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. എന്താണ്? ആത്മാർത്ഥമായിട്ട് എന്താണ്? ഈ കഞ്ഞോട് നിനക്ക് വല്ല മെച്ചം ഉണ്ടാവും? ആരും ഉണ്ണി ചടപ്പിക്കല്ലുണ്ട്. എടാ ഈ വിചാരിക്കണ പോലെ ഒരു കഞ്ഞിയല്ല അത്. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് കുടിക്കുന്ന കഞ്ഞിയല്ല എന്റെ ലക്ഷ്യം. നമ്മൾ വിവിധ തരത്തിലുള്ള കഞ്ഞികൾ ഉണ്ടാക്കാൻ പോണത്. പണ്ടിട്ടോട് ഞാൻ പറഞ്ഞില്ലേ? എടാ നമ്മള് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കും, ഔഷധ കഞ്ഞി ഉണ്ടാക്കും, കർക്കിടക മാസം വരും. പിന്നെ പെരുന്നാൾ കാലം വരുമ്പോ നമ്മള് തരിക്കഞ്ഞി ഉണ്ടാക്കും. ഇങ്ങനെ വ്യത്യസ്തമാണ്. ഇറച്ചി കോഴിക്കഞ്ഞി. കോഴിക്കഞ്ഞി പറഞ്ഞാല് കോഴിയിട്ട കഞ്ഞിയുണ്ട്, കോഴി ഇറച്ചിട്ടിന്റെ കഞ്ഞിയാ. പ്രേമം കഞ്ഞിയുണ്ട്. അയ്യോ, പ്രേമ കഞ്ഞിയാ. അങ്ങനെ വ്യത്യസ്തമായ കഞ്ഞികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടുകളിലേക്ക് എത്തിക്കും. അവിടെയാണ് നമ്മുടെ ബിസിനസ്. ഈ പെരുന്നാക്കാലും കർക്കിടക മാസം കഴിയുമ്പോ ഞാനൊന്ന് ഉഷാറാവും. കോഴിക്കും എങ്ങനെ? അല്ല, ഇതെല്ലാം കഴിയുമ്പോ ഞാൻ ഒന്ന് ഉഷാറാവണം. അനക്ക് തിന്നാനല്ലത് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യാ, ബാക്കിയുള്ള വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന ചെയ്യണേ കേട്ടോ. ഈ ബിസിനസ് ഒന്ന് വിപുലമാക്കേണ്ട ഒരു ഐഡിയ ഞാൻ പറയട്ടാ. എന്താണ്? ശ്രദ്ധിച്ചു നോക്കണം. ഏതായാലും കുറച്ചൊക്കെ ഞാൻ ഈ ചപ്പല വറക്കാൻ വേണ്ടി പോകുന്നുണ്ടാ? ഉണ്ടോ? ഒരു കെട്ടിനപ്പം 2 കേടുകൾ കൂട്ടിക്കൊണ്ടേ എനക്ക് പണിയുണ്ടാ? ഇല്ലല്ല. എന്തിനാ പറയുന്ന നോക്ക്. 2 ആട്ടിന്റെ കുഞ്ഞിനെ മേടിക്കാം. ഒന്ന് ഇടക്കട്ട, ഒന്ന് ഇടക്കട്ട. ഈറ്റും കാടുന്ന വളർന്നോളുക. അത് വലുതായാലും ആട്ടും കാട്ടായി പാലായി പാൽക്കഞ്ഞിയായി ബിസിനസ് ഏടെ എത്തുന്ന വിചാരിക്കുന്നത്. ആട്ടിന്റെ പാൽക്കഞ്ഞി പറഞ്ഞ ഏടിയില്ല, ഏടെങ്കിണ്ടാ? ഐഡിയ ഒക്കെ നല്ലതാ. ഈ ആടിന് മേടിക്കാൻ പൈസ ഉണ്ട് അമ്മ തരുമോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. എന്നെ മിണ്ടണ്ട. ആരോമലേ, ഞാൻ അന്നേ പറഞ്ഞില്ല കഞ്ഞി പരിപാടി നിർത്തുന്നു. നീ എന്നെ നാണകാണി ചേർത്താനാ? അച്ഛൻ ഞാൻ അച്ഛൻ കണ്ട് വരി. ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ എന്താ സംസാരിക്കണ്ട. ഞാൻ സംസാരിച്ചോളൂ. പറയാറുണ്ട, നമ്മൊന്നും പറയണ്ട.
അച്ഛാ ഞാൻ വിവിധ തരം കഞ്ഞികൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ സ്കൂളിൽ കഞ്ഞി വെച്ച് എനിക്ക് കഞ്ഞിരാകും എന്നല്ല പേരായി. നിനക്കും ആ പേര് കിട്ടാനോ? അച്ഛാ എന്നെ സ്കൂളിൽ പഠിക്കുമ്പോ കുട്ടികളൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആ പേരൊന്നും ഒരു മാറ്റാൻ പോണില്ല. എടാ എന്താ കുഴപ്പം? ഞാൻ മുണ്ട് മുറുക്കി നിന്നെ പഠിപ്പിച്ചിട്ട് എന്താ അറിയാ? നീ ഒരു വലിയ നിലയിൽ എത്തണം വിചാരിച്ചിട്ടാ. പാന്റ് ഇട്ടിട്ട് ബെൽറ്റ് അങ്ങോട്ട് മുറിക്കാ പോരെ, ഇതിന് മുണ്ട് കൊടുക്കാൻ പോയി. എത്ര പൈസ മുണ്ട് മേടിക്കാൻ പൈസ കിട്ടിയാ? അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മ വളർന്നിനി. എടാ നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടിട്ട് എന്റെ കണ്ണടക്കണെന്നാ എനിക്ക് വിചാരം ഉണ്ടായി. അതെ അതെ, ഒരു മോനും സ്വന്തം അച്ഛൻ മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോഴേ മരിക്കണ്ട, ഒരു 35 കൊല്ലായിട്ട് മരിച്ചാ കേട്ടോ പാവം. അച്ഛാ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് അച്ഛാ. എത്ര PSC ടെസ്റ്റ് ഞാൻ എഴുതി, എത്ര ബാങ്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചാ എവിടെങ്കിലും എനിക്ക് ഒരു പണി കിട്ടിയോ? ഞാനിപ്പോ ഈ പണി ചെയ്തോളാം അച്ഛാ. ഇതിനിപ്പോ എന്തായാലും മോശം. നമ്മൾ ആരെടുത്ത് ഇറക്കാനൊന്നും പോണില്ല അച്ഛാ. അന്തസ്സായിട്ട് പണിയെടുത്തിട്ടില്ലേ? ദാ ഉണ്ണിയുണ്ട്, പണ്ടിട്ടുണ്ട് കൂടെ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആരോ കഞ്ഞീസ് അതാണ് എനിക്ക്. ഞാൻ ഈ പണി കൊണ്ട് എങ്ങനെയും രക്ഷപ്പെട്ടുള്ളൂ അച്ഛാ. അച്ഛനെ പണിയെടുക്ക്. രക്ഷപ്പെടും. ആരോട്ടാ ഫോൺ എടുക്ക്, കഞ്ഞിയിൽ ഓർഡർ ആയിരിക്കും. ഏയ് അത് കഞ്ഞിന്റെ ഓർഡർ ഒന്നും അല്ല, എടുക്കണ്ട. നമ്മളെ മന്മഥനാ വിളിക്കണേ. നമ്മളെ സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോരു അലുമിനി നടത്തുന്നുണ്ടല്ലോ, അതിന് വേണ്ടി വിളിക്കുക. നിങ്ങള് പോണില്ലേ? എന്തിന്? പഴയ കൂട്ടുകാരെ കാണാനല്ല നല്ലതല്ലേ? നല്ല കഥയായി. എടാ ഇത് ഈ ഗൾഫിലൊക്കെ പോയിട്ടേ ഒരുപാട് ആൾക്കാർ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടാവും. ഓരോരുടെ ഷോ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ ഗെറ്റ് ടുഗദർ ഉണ്ടാക്കണതാ. എടാ അലുമിനിയം കാർ വിളിക്കടാ. അച്ഛാ അലൂമിനിയം അല്ല, ഇത് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം, അതിന് പറയണ പേരാണ്. എന്നാ അവരെ വിളിക്ക്. എന്തിന്? അവര് വലിയ വലിയ ആൾക്കാരല്ലേ, നിനക്ക് എന്തെങ്കിലും ജോലി തരൂലേ അവര്? അച്ഛൻ എന്തിനാ കേടാച്ച? ഓരോന്നും വിചാരിച്ച ജോലിയൊന്നും കിട്ടില്ല. അച്ഛന്റെ പണി നോക്ക്. എടാ ആ ഉള്ളി ചറക്കാൻ നോക്ക്. അച്ഛന്റെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അതാ ഉള്ളി ചിറക്കി ഞാനായിരുന്നു ഒഴിവായിട്ടാ. നീ അതിന്റെ മേലെ ഒന്ന് എണീക്കി. കുതിരപ്പുറത്ത് കയറി കുറെ നേരായി. ഗ്രൂപ്പ് ഒഴിവാക്കി ഗ്രൂപ്പ് അത് ശരിയൊരു കയ്യബദ്ധം. ഒരു കൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞവിടെ ഞാൻ ഒരു 3000 രൂപ കട ചോദിച്ചു. പിന്നെ എന്നെ പുറത്താക്കണ്ടാക്കൂ. ഈ കടം പേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഞാൻ ശൈലാരും ഉണ്ടാവില്ല, എല്ലാവരും ഞാൻ അതിന് 3-4 കടം മേടിച്ചിട്ടുണ്ടായി. ഒരു 1000, 2000 അങ്ങനെ കൊടുക്കാനുണ്ടായി. പോയി പയണ്ടോക്കട്ടെ. ഒരു ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് ഒരു കച്ചമില്ല. ഉള്ളി കുടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്ക്. ഇനി നമുക്ക് കുളുത്താക്കണം. കുളുത്ത് നീ പയറ് കഴിയിട്ട് വരാം. കഞ്ഞീന്റെ രാവിലെ കുളുത്താക്കാം. പിറ്റേ ദിവസം കുളുത്തുണ്ടല്ലോ. എന്റെ വായൊന്നും അടക്കി തുപ്പല് തെറിക്കാൻ അതിനകത്തേക്ക് കേട്ടുവാ. ഇതൊന്ന് ഈ ചെമ്പിലേക്ക് മറിക്കണം. ബാ അവിടെ എന്തെങ്കിലും ഒന്ന് എടുത്തു. 2 ചപ്പില ഇത് സാധനം അവിടെ പിടിക്കും. പിടിക്കില്ല, ഞാൻ മൂടി എടുക്കട്ടെ. കഞ്ഞിന്റെ ഒരു മണം തന്നെയാ പറഞ്ഞേ. ഇനി ചെമ്പിലേക്ക് ആക്കണം. മൂടി എന്തിനാ പാത്രം? കുടല് കത്തുന്നു. കുറച്ച് കഞ്ഞെടുത്ത് എന്റെ ഉണ്ണി അത് ചെമ്പിലേക്ക് ഒന്ന് ഒഴിക്കട്ടെ ഞാൻ. മാഷേ മാഷെ എനിക്ക് അറിയിക്കാൻ പറ്റില്ല മാഷെ. അല്ല അതൊക്കെ എല്ലാവരും അറിഞ്ഞു. പുതിയ ബിസിനസ് അല്ലേ? ഞാൻ ആരാ അറിയാള്? ഇവനുണ്ടോ കൂടെ? അത് നന്നായി. അവനൊക്കെ ഇതേ പറ്റൂ. മാഷി വരി. പിന്നെ ആരെങ്കിലും കണ്ട മോശം? അത് എന്ത് മോശം മാഷെ? ഞാൻ നിന്റെ അടുത്ത് കഞ്ഞി കുടിക്കാൻ വന്നാന്ന് കരുതില്ലേ ആൾക്കാര്? മാഷെ കഞ്ഞി അത്ര മോശപ്പെട്ടൊരു വിഭവം ഒന്നല്ലല്ലോ. അതൊന്നല്ല, ഒരു ഗതി പരഗതി ഇല്ലാത്തൊരു കഴിക്കണ സാധനല്ലേ. പിന്നെ എന്നെങ്കിലും വല്ല പനിയൊക്കെ വന്നിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കണം തോന്നിയാ ഞാൻ വിളിച്ചു പറയാം. ഇത് വീട്ടിലെ കൊടുന്ന് കൊടുക്കണ പരിപാടിയല്ലേ? അതെ അതെ. പക്ഷെ കർക്കിടക വന്നാ പറഞ്ഞാ മതി, ഔഷധ കഞ്ഞി എത്തിക്കാം. ഞാൻ നോക്കട്ടെ. ആരോമലേ, നിന്നെ പഠിപ്പിച്ച മാഷാണ് ഞാൻ അന്ന് ആരോടും നീ പറയരുത് ട്ടാ. എന്താ മാഷേ? അല്ല നിന്റെ ജോലി ഇതാണല്ലോ, അത് എനിക്ക് മോശ. നന്നായിക്കൂട. ആരോട്ടത് വീട് അയാൾക്ക് ഭ്രാന്തി. അല്ല പിന്നെന്ത്? അല്ല പിന്നെ ഇവിടെ കിണർ കുത്താൻ ആള് വേണ്ട ഉണ്ണി, തെങ്ങി കയറാൻ ആള് വേണ്ടേ, അതുപോലെ കഞ്ഞിണ്ടാക്കാൻ ആള് വേണം. ശരിയാണ്. ഈ മാഷ് പഠിപ്പിച്ചോണ്ട് തന്നെയാണ് ഞാനൊക്കെ ഇങ്ങനെ ആയത്. ഇവാ പിടിക്ക്. നമുക്ക് നമ്മളെ ബിസിനസ് നോക്കണം. ചെമ്പിലേക്ക് ഒഴിക്കാൻ കൊടുക്കും. അവിടെ വെക്കടാ. അവിടെ ഒന്ന് പിടിക്കത്. ആ പ്ലാവിലെടുത്ത് പിടിക്കേ. ഈ ചെമ്പിലേക്ക് ഒരു പണിയെടുക്കാൻ നോക്കിയാൽ എന്റെ ഉണ്ണി
ആ ആ എന്താ കായ്? എന്താ നോക്കിയാ എന്താ കച്ചവടം ഉണ്ട്? കൊഴപ്പില്ല, മഴയൊക്കെ അല്ലേ. എന്താ വേണ്ടേ? അല്ല ഇച്ചിവിടെ നല്ല സാധനം ഒന്നും കൊണ്ടുവന്ന് വെക്കലില്ലേ? നല്ല- അതൊക്കെ ആകെ വാടിയേക്കണല്ലോ. ഏതാ? പച്ചമുളകേ അല്ല അത് നല്ലതാണ്. അത് 1-2 ഇടയ്ക്കെന്നൊക്കെ ഒക്കെ പഴുത്തതാണ്. ആ പഴുത്തത് ഉപയോഗിക്കല്ല. അല്ല പറയാ അതൊക്കെ നാളേരെ നോക്ക്. നാളെ വേണോ? എന്ത് നാളേരെ ചേർന്നാരങ്ങണ എത്ര രൂപ? അത് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടേ. നാളെ എടുക്കട്ടെ ഇപ്പൊ? ഏയ് വേണ്ട. ഒന്നും വേണ്ട. നോക്ക് ഇതാ പറഞ്ഞേ ഇതണ്ട നേരെ ചൊവ്വയുള്ള ഒരെണ്ണല്ലേ അവിടെ. അല്ല വെണ്ടയ്ക്ക് വേണോ? അപ്പൊ നല്ലതുണ്ട്, അകത്തുണ്ട്. അല്ല ഉണ്ടാക്കുന്ന വേണ്ട, പിന്നെന്താണ്? ഇതൊക്കെ ആവശ്യമില്ല. ഇതണ്ട ഓക്കെ ഒക്കെ പോയി എടുക്ക. അപ്പൊ എങ്ങനെ എനിക്ക് കച്ചവടം ഉണ്ടാവുക? കച്ചവടം ഉണ്ടാവും. പറയണ്ട. അല്ല ഇക്കയ്ക്ക് വേറെ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. വേണ്ട. ഏയ് ആ ഞാലിപ്പൂവിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. എവിടെ ഞാനിപ്പോവാൻ? അത് ഞാലിപ്പൂവിനാണ്. വിലയുള്ള ചേർന്ന കൂടി എടുക്കാം. ആ സുധേ ആ നോയക്ക ആടോ നോരിടുന്നില്ലേ? എന്താ ശേഷം? സുഖമായിട്ട് തോന്നിങ്ങനെ. പിന്നെ എന്താ വണ്ടി എന്താ പിടിച്ചോണ്ടോയാ? പിടിച്ചോണ്ട് പോയിന്നാ? ആ ആര് പറഞ്ഞു? എന്റെ വണ്ടി പിടിച്ചോണ്ട് പറഞ്ഞു അടവടക്കാണ്ട്. ഇതാരെങ്കിലും കൂടി പറഞ്ഞു. ഞാൻ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുക, അത് എടുക്കാൻ പോണം. ആ വീട് ജപ്തിയോ? എന്റെ കോയാക്ക് ഇതാരെങ്കിലും ഇതൊക്കെ പറഞ്ഞിരുന്നേ? ഇല്ല ഈ എന്താ ആകെ കടത്തിലാണ്, ആകെ പെട്ടിരിക്കാണ്. അപ്പൊ വീട് ജപ്തിയാകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിടാ. അതുകൊണ്ടാണ്. കടമൊക്കെ ഉണ്ട്. ഇപ്പം വണ്ടി പണിയെടുത്താല് കടമൊക്കെ വീട്ടാൻ പറ്റും. ആ വണ്ടി അവിടെ നിന്ന് ഇറക്കണം. ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് ഓട്ടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ ഗതി പിടിക്കാ? എനിക്ക് നിങ്ങൾ പറയാന്നില്ല, എനിക്ക് കിട്ടേണ്ട ഓട്ടം എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് സ്ഥിരം കുറെ പരിപാടി ഉണ്ടല്ലോ. വീടിന്റെ കടക്ക തീർന്നോ? അതൊക്കെ തീർന്നു വരുന്നു. കുറച്ചുകൂടി അടക്കാൻ ബാക്കിയുണ്ട്. ഒരുമിച്ച് അങ്ങ് അടക്കുക മാത്രമേ മെനക്കാടണം, അല്ലാണ്ടൊന്നും അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കാനല്ലേ. എന്തൊക്കെ വീട് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വീട് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല ഈ കട എടുത്തിട്ടേ ഇതിപ്പോ നമ്മുടെ കയ്യല്ല, ബാങ്കിലത്തെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യണേ. നിങ്ങളെ ഇക്ക ഗൾഫില്ലേ? നിങ്ങൾക്ക് വീടുണ്ടായാലും ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ കാര്യങ്ങളിൽ മൂപ്പരങ്ങ് നോക്കിക്കോളൂ. ഞങ്ങള് രാവിലെ ഇങ്ങനെ ബാക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പറ്റുന്ന പണി എടുത്തിട്ട് കാര്യമില്ല. അല്ലാണ്ട് ഇപ്പൊ പറ്റുന്ന പണി തന്നെ. എനിക്ക് പറ്റിയ പണിയെ ഞാൻ ഓട്ടോറിക്ഷ തിരഞ്ഞെടുത്ത് എനിക്ക് കുഴപ്പമില്ലാണ്ട് പോകുന്നുള്ളൂ. ആഹാ അതെ ഞാൻ പോട്ടെ. നിക്കറ അല്ല നിങ്ങക്ക് പറ്റിയ ആളാ, നിങ്ങൾ സംസാരിച്ചോ. എന്താ ശേഷം? എന്താ വിശേഷം? സുഖല്ലേ മാഷേ? അപ്പൊ സുഖം നിനക്കല്ലേ? എന്താ അങ്ങനെ പറയണ മാഷേ? ഒന്നും അറിയണ്ടല്ലോ, അങ്ങനെ നിന്നാ പോലെ ഇവിടെ. ഞാനേ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇവിടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തല ഇറങ്ങാം നമുക്ക്. എന്തേ? അല്ല ഇപ്പൊ നമ്മുടെ സ്തുതിയാ പോയത്. ആ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കാൻ വേണ്ടിട്ട് കാലത്ര അയച്ചിട്ടാ. ഒന്നും ശരിയല്ലാതെ ഇപ്പൊ കടത്തുമ്മ കടം ആകെ അടങ്ങറായിട്ട് അതൊക്കെ പഠിക്കേണ്ട കാലത്ത് പഠിക്കണം. അല്ലാതെ അന്ന് ചെറുപ്പം മുതലേ ഈ കളിച്ചു തിരിച്ചു നടന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവനൊന്നല്ല, പഠിപ്പിച്ചില്ലേ മാഷ്? അവനെ മാത്രമൊന്നല്ലല്ലോ. ഇപ്പൊ ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ ഞാൻ പഠിപ്പിച്ചല്ലേ. അല്ല അതെ മറ്റേ മത്തായിയുടെ മകൻ ഡോക്ടറല്ലേ, ഇപ്പൊ അവനെ പഠിപ്പിച്ചത് ഞാനല്ലേ. അതെ പിന്നെന്താ? അല്ല ഞാൻ പറയാ അതെ, ആരായാലും നന്നാവണ്ടോനെ നന്നാവുള്ളേ. അത് ശരിയാ. ഇപ്പൊ ഞാൻ വരണ വഴിക്ക് ആരോമലിനെ കണ്ടിട്ടാ വരുന്നത്. അവനെ ഞാൻ പഠിപ്പിച്ചാന്ന് എനിക്ക് പുറത്തു പറയാൻ പറ്റുമോ? ആ ചെങ്ങായിക്ക് വല്ല കാരണം മാഷേ. മൂപ്പരേ ഞാൻ വലിയ ബിസിനസ് വിചാരിച്ചാന് ബിസിനസ് തുടങ്ങി പറഞ്ഞു എന്നോട്. ഞാനും അതേനെ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്താ ചോദിച്ചപ്പോ ആൾക്കാർക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈ തട്ടുകടയിലെ കഞ്ഞി ഉണ്ടാക്കണതും അതിന് പിന്നെ ഒരു സ്ഥാപനം വെക്കാം. ഇത് വീട്ടിലെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊണ്ടാ കൊടുക്കുക അത്ര വീടാന്തരം. അതിപ്പോ എന്റെ അച്ഛൻ സ്കൂളില് കഞ്ഞി ഉണ്ടാക്കലായിരുന്നല്ലോ. അവ അങ്ങോട്ട് ചൂട് പിടിച്ചു എന്നല്ലോ. അല്ലപ്പ അത് അങ്ങനെ തന്നെയാണ്. അച്ഛൻ എന്താ തൊഴിൽ അതേ പഠിക്കൂ. പഠിക്കേണ്ട സമയത്ത് ക്ലാസ്സിലിരിക്കില്ല. അച്ഛൻ കഞ്ഞി ഉണ്ടാക്കണ നോക്കിക്കലല്ലേ പണി. അതങ്ങനെ വരുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അതുകൊണ്ടല്ല കഞ്ഞി കച്ചവടം എന്താ ചെയ്തോട്ടെ ബിസിനസ്സേ. അതെ, നീ ഇവിടെ നിന്നിട്ട് ഒരു ബിസിനസ്സിനൊന്നും നിൽക്കരുത് കേട്ടോ. എന്റെ കൂടെ പറഞ്ഞവന്റെ കൂടെ വിദേശത്ത് എവിടെയും പണി കിട്ടും. ഞാൻ പരിപാടി പറഞ്ഞിട്ട് കാനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും നല്ലൊരു പണി ഉണ്ട് നിങ്ങൾ പറഞ്ഞോളെ, ഞാൻ വരാ. അല്ലാണ്ട് ഇന്ന ഒരു പണിക്കും കിട്ടില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞു നിനക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കാർ എടുത്തരാ പറഞ്ഞു. ഞാൻ ഡ്രൈവർ പണിക്ക് ആ ചക്ക് മുമ്പ് പോയിക്കൂടെ? ഞാൻ പറഞ്ഞു ഇക്കൊറ്റില്ല പറഞ്ഞു. ഞാന് ഒരു പണി എടുക്കാണ്ട് അവൻ കഴിച്ചു തരുന്നത് തിന്നിങ്ങനെ ഇരിക്കുക. എന്തായാലും പണിക്ക് പോണം. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ മാഷേ? നിങ്ങളിപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ അവൻ കഞ്ഞി കച്ചവടം ചെയ്തപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എന്താ പറഞ്ഞേ?
കഞ്ഞി കച്ചവടം ചെയ്തിട്ട് അത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാന്ന് പറഞ്ഞ നാണക്കേട് ഞാൻ ആ മാനക്കേട് ഉണ്ടാക്കണ്ട നിങ്ങക്ക് അല്ല ഞാൻ ആലോചിച്ച് നോക്കിയാണ് കഞ്ഞി കച്ചോടെ ആ എന്നിട്ട് അവ എല്ലാരോടും ചെന്നപ്പോ കാണുമ്പോ പറയാ ദാ ആ സുഗതമാഷ എന്നെ പഠിപ്പിച്ചാണ്. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഈ കഞ്ഞി കച്ചവടം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താ? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നാണം കെട്ടില്ലേ നിങ്ങൾ പഠിപ്പിച്ചവരൊക്കെ അങ്ങനെ തന്നെ അല്ല ഞാൻ ചോദിക്ക അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ ആരാ? അല്ല അതെ ഒരു വില്ലേജ് ഓഫീസർ ഞാൻ പഠിപ്പിച്ചാണ്. ഒരാള് പിന്നെ നമ്മുടെ ഇവിടുത്തെ മൃഗ ഡോക്ടർ ആരാ? ആ ഞാൻ പഠിപ്പിച്ചല്ലേ. അങ്ങനെ എത്ര പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവരുടെ പോലെ അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണേ അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ കഞ്ഞി വെക്കാനും ഇതൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് നാണക്കേടായില്ലേ അപ്പൊ ശരിക്കും പറഞ്ഞ പിന്നെ അല്ലാണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്യണ പണിയത് കഞ്ഞി വെച്ചിട്ട് അത് വീട് വീടാന്തരം കൊണ്ടുകൊടുക്കുക അത്ര. അത് തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ഇതൊരു കഞ്ഞി പരിപാടിയാണല്ലോ. എന്തിനപ്പ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ചെയ്തേ? വേറെ എന്തൊക്കെ കച്ചവടമുണ്ട്. കഞ്ഞി കച്ചവടേ നിങ്ങള് പഠിപ്പിച്ചവരൊക്കെ കഞ്ഞികളായി പോയല്ലോ മാഷെ. ഇങ്ങനെ എല്ലാവരും ഒന്നും പറയരുത് പോയാ. അങ്ങനെ ഒന്ന് രണ്ടെണ്ണല്ലേ ഇങ്ങനെ ഉള്ളൂ. കുട്ടിയെ ഇത് പപ്പടം എടുത്താ. ഹലോ